കഥ അവളുടെ അവസാന വോയിസ് മെസ്സേജ്. കൊച്ചിയിലെ തിരക്കേറിയ നഗരത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ശാന്തമായി പ്രണയം പെറുന്നു. അഭിനും നന്ദനയും. അവരാദ്യമായി കണ്ടത് ഒരു ബുക്ക് സ്റ്റോറിൽ. ഒരു പുസ്തകം. ഒരേ സമയം രണ്ടു കൈകൾ പിടിച്ചു. സോറി, നന്ദന ചിരിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഇല്ല, നമുക്ക് ഷെയർ ചെയ്യാം, അഭിൻ മറുപടി നൽകി. ആ ദിവസത്തെ ചെറിയ പരിചയം ദിവസങ്ങളോടെ വലിയ ബന്ധമായി. നന്ദനയ്ക്കൊരു സ്വപ്നം, ഒരു സിംഗറാകണം. അഭിൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അവൾ ഓരോ രാത്രി അവന് വോയിസ് മെസ്സേജ് അയക്കും. പാട്ടിന്റെ ചെറിയ ഭാഗം. ഇതെന്റെ ഫ്യൂച്ചർ ആൽബമിലെ ഫസ്റ്റ് സോങ്, അവൾ തമാശയായി പറയും. അഭിൻ അതെല്ലാം സേവ് ചെയ്തു വെക്കും. ഒരു ദിവസം നന്ദന അസുഖപ്പെട്ടു. ചെറിയൊരു പ്രശ്നം മാത്രമാണ്, അവൾ പറഞ്ഞു. പക്ഷേ അത് ചെറിയതല്ലായിരുന്നു. ഗുരുതരമായ ഹൃദയസംബന്ധമായ അസുഖം. അവൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അഭിൻ അവളുടെ കൈപിടിച്ചു. നിനക്ക് പാടാനുണ്ട്, നീ ലോകം കേൾക്കേണ്ട ശബ്ദമാണ്, അവൻ പറഞ്ഞു. നന്ദന മൃദുവായി ചിരിച്ചു. ഞാൻ പാടും, പക്ഷെ ഒരുപക്ഷെ മറ്റൊരു ലോകത്തിൽ. അവളുടെ ആരോഗ്യനില മോശമായി. ഒരു രാത്രി അഭിന്റെ ഫോണിൽ ഒരു വോയിസ് മെസ്സേജ്. അഭിൻ, നീ ഇത് കേൾക്കുമ്പോൾ ഞാൻ ഒപ്പമില്ലെങ്കിൽ കരയരുത്. നിനക്കെന്റെ ശബ്ദം മിസ് ചെയ്താൽ ഈ മെസ്സേജുകൾ കേൾക്കൂ. നിനക്ക് വീണ്ടും സ്നേഹിക്കാം, പക്ഷെ ഒരിക്കലും നിന്റെ ഹൃദയം അടയ്ക്കരുത്. അടുത്ത ദിവസം നന്ദനയില്ലായിരുന്നു. മാസങ്ങൾക്ക് ശേഷം അഭിൻ ഒറ്റയ്ക്കായി. ഓരോ രാത്രി അവളുടെ വോയിസ് മെസ്സേജുകൾ കേൾക്കും. ഒരു ദിവസം അവനൊരു തീരുമാനമെടുത്തു. അവളുടെ പാട്ടുകളെല്ലാം ചേർത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. പേര് നന്ദന ലിവ്സ്. ആദ്യ വീഡിയോ ഹർ ലാസ്റ്റ് വോയിസ് മെസ്സേജ്. ആ വീഡിയോ വൈറലായി. ലക്ഷക്കണക്കിന് ആളുകൾ ആ ശബ്ദത്തിൽ പ്രണയം കണ്ടെത്തി. കമന്റുകളിൽ എല്ലാവരും എഴുതി, അവൾ ഇന്നും ജീവിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അഭിൻ സ്റ്റേജിൽ നിന്നു. നന്ദനയുടെ പാട്ടുകൾ വലിയ സ്ക്രീനിൽ. സ്നേഹം ഒരാളെ നഷ്ടപ്പെടുത്തുന്നതല്ല, അവൻ പറഞ്ഞു. അതവരുടെ സ്വപ്നം ജീവിക്കാൻ സഹായിക്കുന്നതാണ്. കഥയുടെ പാഠം: സത്യമായ പ്രണയം മരിക്കില്ല. അത് ഓർമ്മകളിലൂടെ, ശബ്ദങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ ജീവിക്കും.